അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അല്ലാഹു തആല ലക്ഷക്കണക്കിന് അംബിയാ മുർസലുകളെ ലോകത്തേക്ക് അയച്ചിട്ടുണ്ട്. 1,24,000 എന്നും 2,24,000 എന്നും ഇങ്ങനെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. എന്നാലും ലക്ഷക്കണക്കിന് അംബിയാ മുർസലുകൾ അല്ലാഹു തആല ലോകത്തേക്ക് അയച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പ്രവാചകൻ നമ്മുടെയൊക്കെ പിതാവായ സയ്യിദുന ആദം നബി അലൈഹിസ്സലാമാണ്. അവസാനത്തെ പ്രവാചകൻ നമ്മുടെയൊക്കെ ചങ്കില ചോരയായ മുത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ദുനിയാവിൽ ഒരു പ്രവാചകൻ വന്നിട്ടുമില്ല, ഇനി വരികയുമില്ല. അവസാനത്തെ പ്രവാചകനാണ് സയ്യിദുന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ അല്ലാഹു തആല അയച്ച ഈ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരിൽ നിന്നും 4 പ്രവാചകന്മാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ചരിത്രം. അതിൽ 2 പ്രവാചകന്മാർ ആകാശലോകത്തും 2 പ്രവാചകന്മാർ ഈ ഭൂമിയിലും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് പറയുന്നത്. ആകാശ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു നബി നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ബഹുമാനപ്പെട്ട സയ്യിദുന ഈസാ നബി അലൈഹിസ്സലാമാണ്. അത് പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞതാണ്, വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. ഈസാ നബി അലൈഹിസ്സലാമിനെ കൊന്നിട്ടില്ല, അവർ കുരിശിൽ തറച്ചിട്ടില്ല, അവിടെ സംഭവിച്ചത് സാദൃശ്യമാക്കപ്പെട്ടതാണ്. ഞാൻ ചരിത്രത്തിലേക്ക് കടക്കുകയല്ല. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനെ ശത്രുക്കൾക്ക് വേണ്ടി ഒറ്റിക്കൊടുത്ത സ്വന്തം സുഹൃത്തായ ഒരു മനുഷ്യൻ, മുനാഫിഖ് എന്ന് പറയേണ്ടി വരും. കാരണം കൂടെ കൂടിയിട്ട് ഒറ്റിക്കൊടുക്കുന്നവൻ മുനാഫിഖ് അല്ലേ. അങ്ങനെ ശത്രുക്കൾ ഈസാ നബി അലൈഹിസ്സലാമിനെയും തേടി വരുന്ന സമയത്ത് ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ആകാശത്തിലേക്ക് ഉയർത്തുകയും ആ ചതി പറഞ്ഞു കൊടുത്ത ആ മനുഷ്യനെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കോലം മറിക്കുകയും ചെയ്തപ്പോ ശത്രുക്കൾ വിചാരിച്ചു ഇത് തന്നെയാണ് ഈസാ നബി എന്നും പറഞ്ഞിട്ട് അയാളെ പിടിച്ചിട്ട് കുരിശിലിറക്കപ്പെട്ടു. അതാണ് ഈസാ നബി അലൈഹിസ്സലാമിനെ കുരിശിൽ തറച്ചു എന്ന് പറയുന്നത്. പക്ഷെ യഥാർത്ഥ ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ആകാശത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഇത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. അപ്പൊ ആകാശ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു നബി സയ്യിദുന ഈസാ നബി അലൈഹിസ്സലാമാണ്. എന്നാൽ രണ്ടാമത്തെ നബി സയ്യിദുന ഇദ്രീസ് നബി അലൈഹിസ്സലാമാണ്. സയ്യിദുന ഇദ്രീസ് നബി അലൈഹിസ്സലാമും ആകാശ ലോകത്താണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്. ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന 2 നബിമാരാരാ? ഒന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ബഹുമാനപ്പെട്ട സയ്യിദുന അബുൽ അബ്ബാസ് ഖിദ്ർ അലൈഹിസ്സലാം, ഖിദ്ർ നബി അലൈഹിസ്സലാമാണ്. ഖിദ്ർ നബി അലൈഹിസ്സലാം ഭൂമിയിൽ എല്ലാ ഭാഗത്തും ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ ആള് ബഹുമാനപ്പെട്ട സയ്യിദുന ഇല്യാസ് നബി അലൈഹിസ്സലാമാണ്. ഇല്യാസ് നബി അലൈഹിസ്സലാമും ദുനിയാവിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ചരിത്രം. എന്നാൽ ബഹുമാനപ്പെട്ട ഇല്യാസ് നബി അലൈഹിസ്സലാം ഖുറാസാനിലാണ് എന്നും അവിടെ ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ പുറപ്പെടുന്ന യഅ്ജൂജ് മഅ്ജൂജ് എന്ന് പറയുന്ന ജീവി, ആ ജീവികളെ ഒരു മതിൽ കെട്ടിയിട്ട് അതിനകത്താണ് അല്ലാഹു തആല ഇപ്പൊ സംരക്ഷിച്ചിട്ടുള്ളത് എന്നും ആ മതിലിന്റെ അടുത്താണ് ബഹുമാനപ്പെട്ട ഇല്യാസ് നബി അലൈഹിസ്സലാം ഉള്ളത് എന്നുമൊക്കെ ചരിത്രത്തിൽ പറയുന്നത് കാണാം. അല്ലാഹു അഅലം. അതുപോലെ ബഹുമാനപ്പെട്ട ഇല്യാസ് നബി അലൈഹിസ്സലാമും ബഹുമാനപ്പെട്ട ഖിദ്ർ നബി അലൈഹിസ്സലാമും എല്ലാ വർഷവും ഹജ്ജിന്റെ സമയത്ത് മക്കയിലും മദീനയിലും വരുമെന്നും അവിടുന്ന് പരസ്പരം കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുമെന്നും അതുപോലെ തന്നെ അവിടെ മുടി നീക്കം ചെയ്യപ്പെടേണ്ട സമയത്ത് പരസ്പരം മുടി നീക്കി കൊടുക്കുമെന്നും ഒക്കെ ചരിത്രത്തിൽ പറയുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നബിമാരുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുവാനും ദുആ ചെയ്യിപ്പിക്കാനും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുവാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. അവരുടെയൊക്കെ ശഫാഅത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.